വരാൻ പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഗ്രാൻഡ്മേനോട് ഒരുപാട് നന്ദിയുണ്ട്. ഡിസംബറിൽ തലശ്ശേരി ഗ്രാൻഡ്മേയിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഇനി ജോലി ചെയ്യണ്ട, PSCക്ക് പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തലശ്ശേരി ജോയിൻ ചെയ്യുന്നത്. അവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ വഴക്ക് പറയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശിവരാജോട് മതിയാക്കാം. പക്ഷെ ഞാൻ വിഷയമില്ല, ഇനി വഴക്ക് കേൾക്കാതെ മുന്നോട്ട് വരണം. ആദ്യമായിട്ട് അവിടെ ഒരു എക്സാം എഴുതിയപ്പോൾ എനിക്ക് 27 മാർക്ക് മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ അവിടെ പഠിച്ച് ഞാൻ അവിടുത്തെ റാങ്ക് 1 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. 2017 ആയപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ പിന്നെ അന്ന് എനിക്ക് കുഞ്ഞായിരുന്നു വലുത്. 3 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ക്ലാസ് കട്ട് ചെയ്യാം, ഇനി പോകുന്നില്ല. അങ്ങനെ വിചാരിച്ചു ഞാൻ അവിടെ നിർത്തിയിട്ട് പക്ഷെ ഞാൻ LGS എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. 2018 ഉണ്ടായിരുന്ന എക്സാം എഴുതിയിട്ട് ഞാൻ അതില് അന്നോട് 2017 പഠിപ്പ് നിർത്തിയതാണെങ്കിലും അന്നുണ്ടായിരുന്ന ഒരു ബേസ് കാരണം 2018 എക്സാമിൽ എനിക്ക് 496 റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോലി കിട്ടും എന്നൊക്കെ വിചാരിച്ചു നിന്ന് അപ്പോഴാണ് ഒരു പ്രളയം വന്നു, കോവിഡ് വന്നു. പിന്നെയും റാങ്ക് ലിസ്റ്റ് അവിടെ ക്യാൻസലായി. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് പഠിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും എക്സാം ഒക്കെ പ്രിലിംസ് വന്നു. അപ്പൊ പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പ്രിലിംസ് എഴുതി ക്ലിയർ ചെയ്തു. പക്ഷെ മെയിൻസ് എഴുതിയിട്ട് എന്നിട്ടും ക്ലിയർ ആവുന്നുണ്ടായില്ല. പിന്നെ 2013 ആയപ്പോ യൂണിവേഴ്സിറ്റി LGS വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്നാലും ഒന്ന് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഒന്ന് പഠിക്കാം, ഗ്രാൻഡ്മേയിൽ തന്നെ വരണം. മുന്നേ ഒക്കെ ഗ്രാൻഡ്മേയിൽ റാങ്ക് കിട്ടുന്നവരുടെ ഫോട്ടോസ് കവർ പേജിൽ വരുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്കും ഇതുപോലെ എന്റെ ഫോട്ടോയും റാങ്കും കവർ പേജിൽ വരണം എന്നുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെയുള്ള സാറിന്റെ സ്റ്റാറ്റസ് ആണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇടണം, അത് എന്തായാലും ഇവിടെ തന്നെ വന്ന് പഠിക്കണം. ഇവിടെ നിന്നാണ് എനിക്കൊരു ബേസ് ഉണ്ടായത്. അപ്പൊ ഞാൻ പിന്നെ പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന ബേസ് കാരണം കൊണ്ട് മാത്രമാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ വരാം. അപ്പൊ ഇവിടെ തന്നെ വന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തു. അപ്പോഴാണ് ഇവിടെ വരുന്ന വഴിക്ക് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായത്. ഇപ്പൊ ഇങ്ങനെ എല്ലും ഷോൾഡർ എല്ലും കാലിനും ഫ്രാക്ചർ വന്ന് ഞാൻ കിടപ്പിലായിരുന്നു. അവിടെ നിന്നും ഞാൻ വിചാരിച്ചു പഠിക്കാം, എന്തായാലും ലക്ഷ്യം നേടണം. ഞാൻ കിടന്നുകൊണ്ട് തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി LGS മെയിൻ ലിസ്റ്റിൽ വന്നു. പക്ഷെ അതൊരു കേസ് കാരണം അതൊന്നും ആയില്ല. ഈ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് എനിക്കുണ്ടായത് ഞാൻ ഇവിടെ വന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ എനിക്കിത് സാധിക്കും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പൊ ഇവിടുന്ന് ക്ലാസ് കട്ട് ചെയ്ത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇവിടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് ഒരു ലിസ്റ്റിൽ വരുന്നവരെ എന്തായാലും വരണമെന്നേ പറയണം.